നമസ്കാരം. സ്വാമി ചിന്മയാനന്ദജിയുടെ മഹാസമാധി ദിനം ആണ് ഓഗസ്റ്റ് 3. അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവായ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ശ്രീമദ് ചിന്മയാനന്ദ സ്വാമികൾ എന്ന മനോഹര പുസ്തകത്തിൻ്റെ രചയിതാവായ ഡോക്ടർ രാജീവ് ഇരിഞ്ഞാലക്കുടയുമായി സ്വാമിജിയുടെ സേവനങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ ആത്മീയ സാംസ്കാരിക രംഗങ്ങളിലെ സേവനങ്ങളെപ്പറ്റി ഒരു ചർച്ച ആരംഭിക്കുകയാണ്. നമസ്കാരം രാജീവ് ജി. നമസ്കാരം. സ്വാമി ചിന്മയാനന്ദജിയുടെ ജീവചരിത്രം ഇംഗ്ലീഷിൽ ധാരാളമുണ്ടെങ്കിലും വളരെ അപൂർവമായ അതുല്യമായ ഒരു പുസ്തകമാണ് അങ്ങയുടെ ഈ പുസ്തകം, ശ്രീമദ് ചിന്മയാനന്ദ സ്വാമികൾ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പുസ്തകം. അപ്പോൾ എനിക്ക് ഇത് തോന്നുന്നത്, അങ്ങ് ഇതിനെപ്പറ്റി ഈ പുസ്തകം രചിക്കാൻ ധാരാളം ഗവേഷണവും നടത്തി പലയിടത്തും സഞ്ചരിച്ച് ഈ പുസ്തകം തയ്യാറാക്കുമ്പോൾ അങ്ങേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു സംഭവമോ സ്വാമിജിയുടെ ഒരു ആശയമോ അതൊന്ന് പറയാമോ? സ്വാമി ചിന്മയാനന്ദജി അവസാനം നൽകിയൊരു ഇൻ്റർവ്യൂവിൽ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ പ്രവർത്തനത്തിൻ്റെ അവസാന രംഗത്തിലേക്ക് വരുമ്പോൾ സ്വയം എന്തു തോന്നുന്നു? അപ്പോൾ സ്വാമി പറഞ്ഞൊരു വാചകമുണ്ട്, ആദ്യം എല്ലാവരാലും അവഗണിക്കപ്പെട്ടു, രണ്ടാമത് അവഹേളിക്കപ്പെട്ടു, അവസാനം അംഗീകരിക്കപ്പെട്ടു. ഇതെനിക്ക് തോന്നുന്നത് പ്രതീഷ് നന്ദിയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് നടക്കുന്നത്. അപ്പോൾ സ്വാമി ചിന്മയാനന്ദജിയുടെ ജീവിതം നോക്കുമ്പോൾ അദ്ദേഹം ഒരു മലയാളിയായിരുന്നു. ജനിച്ച കാലഘട്ടത്തിൻ്റെ ആ സവിശേഷതകൾ ഉൾക്കൊണ്ട ഒരു മലയാളി. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള ഒരാൾ, അഡ്വക്കേറ്റ് പി രാമദാസ് എന്ന് പറയുന്ന ഒരാൾ ഒരു പുസ്തകം എഴുതി. ചിന്മയാനന്ദ സ്വാമി വടക്കേ കുറുപ്പത്തെ ആണെങ്കിൽ അഡ്വക്കേറ്റ് പി രാമദാസ് തെക്കേ കുറുപ്പത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് പിക്ചറായ മലയാളത്തിൽ ന്യൂസ് പേപ്പർ ബോയുടെ സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ പുസ്തകം എനിക്ക് അയച്ചു തന്നപ്പോൾ ആ പുസ്തകം വായിച്ച് അതിനെ തുടർന്ന് ആ പുസ്തകത്തെ കേന്ദ്രീകരിച്ച് കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിന്മയ മിഷനിലൊക്കെ ഉണ്ടായി. അതെൻ്റെ അറിവിൽ പെട്ടു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കേരള പാണിനിയുടെ പൗത്രി ലളിത ടീച്ചർ പറയുന്നത്, ചിന്മയാനന്ദ സ്വാമി തിരുവനന്തപുരത്ത് ആദ്യമായി വരുമ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടിയാണ് പുത്തൻതെരുവിൽ മൈതാനത്തിൽ ഗീതാ പ്രഭാഷണം നടത്തിയത്. അപ്പോൾ ടീച്ചറും പറഞ്ഞു, സ്വാമിയെക്കുറിച്ച് മലയാളത്തിലൊരു പുസ്തകമില്ല. അപ്പോൾ 2016 സ്വാമികളുടെ ജയന്തി ശതാബ്ദി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു പുസ്തകം തയ്യാറാക്കാം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിവ് നിറവ് പങ്ക്തിയിൽ ഇതേപോലെ മഹാത്മാക്കളുടെ പുസ്തകം ഇറക്കുന്നുണ്ട്. അപ്പം ഞാനത് പുസ്തകം തയ്യാറാക്കാൻ വേണ്ടി കന്യാകുമാരിയിലിരിക്കുമ്പോൾ അവിടെ ചിന്മയ മിഷനുമായി ബന്ധപ്പെട്ട ഒരാൾ വന്നു. അപ്പം ഇങ്ങനെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇതിൽ ഇങ്ങനെ പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട്, അപ്പോൾ ചിന്മയാനന്ദ സ്വാമിയുടെ ജന്മശതാബ്ദിയിൽ വരാൻ പോകുന്നത്, നമുക്ക് ചെയ്യാം, താങ്കൾ ചെയ്യൂ എന്ന് എന്നോട് ചോദിച്ചു. ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് താങ്കൾ കണ്ടിട്ടുണ്ടാവും, കന്യാകുമാരിയിലൊരു സന്ത രാമാനന്ദാശ്രമമുണ്ട്. അവിടെ സനാതന ചൈതന്യ, അദ്ദേഹം രാമകൃഷ്ണ മിഷനിൽ നേരത്തെ ഉണ്ടായിരുന്നു. പിന്നീട് സാന്ദീപിനിയിൽ 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല, ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം എനിക്കൊരു പുസ്തകം തന്നു, നാൻസി പാച്ചൻ എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്ന ഒരു ഫ്രഞ്ച് ലേഡിയാണെന്ന് തോന്നുന്നു, അവരെഴുതിയ പുസ്തകം തന്നു. പിന്നെ ഞാൻ അതൊക്കെ വെച്ച് വായിച്ച് പുസ്തകങ്ങളൊക്കെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നപ്പോഴേക്കും എന്നോട് ആവശ്യപ്പെട്ട ആൾ തന്നെ പറഞ്ഞിട്ട് വേറൊരു ലേഡി ഒരു പുസ്തകം അവിടെ കൊണ്ടുകൊടുത്ത് അത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സമൂഹം. ഞാൻ ആ തയ്യാറാക്കിയ പുസ്തകം കുറച്ചും കൂടി ഗംഭീരമാക്കി ഉടനെ കന്യാകുമാരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വണ്ടി കയറി മാതൃഭൂമിയിൽ കൊടുത്തു. അപ്പം മാതൃഭൂമി ഇങ്ങനെ ഒരു പുസ്തകത്തിന്
കാത്തിരിക്കുക. കാരണം അവിടെ മാതൃഭൂമി പത്രാധിപരായ സി ഉത്തമക്കുറിപ്പ്, അദ്ദേഹം വളരെ ചിന്മയാനന്ദ സ്വാമിയുടെ ഭക്തനാണ്. അങ്ങനെയാണ് ഈ പുസ്തകം ശ്രീമദ് ചിന്മയാനന്ദ സ്വാമി. ഇന്ന് ഇതിൻ്റെ അനേകം എഡിഷൻ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അല്ല, പുസ്തകത്തിൻ്റെ ആ ഒരു ആവിർഭാവം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കിട്ടി. അതിൽ അങ്ങക്ക് ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു സംഭവമോ ആ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു ആശയമോ, അതൊന്ന് വ്യക്തമാക്കാമോ? അവസാന കാലത്ത് ചിന്മയാനന്ദ സ്വാമി പറയുന്നുണ്ട്, ഞാൻ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളെപ്പോലെ ഒരു വേദാന്ത വനസഞ്ചാരിയാകാൻ ആഗ്രഹിച്ചു. അപ്പം ചട്ടമ്പിസ്വാമി ആരാണ്? ഇത് മലയാളികൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ശങ്കരാചാര്യസ്വാമിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, സ്വാമി ചിന്മയാനന്ദജി സന്യാസം സ്വീകരിച്ച് കാലടിയുടെ സന്ദർശനം നിശ്ചയിച്ചു. അപ്പോൾ അപ്പോഴേക്കും കാലടിയിൽ ശ്രീശങ്കര കോളേജ് വന്നു. അപ്പോൾ അവിടെയും ശങ്കര കോളേജിൽ ഒരു സ്വീകരണത്തിന് അന്നത്തെ അവിടെ കോളേജിൽ പഠിച്ചിരുന്ന കുറച്ച് RSSുമായി ബന്ധപ്പെട്ട കുറച്ച് ചെറുപ്പക്കാർ മുൻകൈ എടുത്തപ്പോൾ മാനേജ്മെൻറ്റും സമ്മതിച്ചു. അപ്പോൾ എതിർ വിഭാഗം അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം, ശങ്കര തത്വങ്ങളൊക്കെ പഠിച്ച ഒരു സ്വാമിക്ക് കേരളത്തിൽ കാലടിയിലെ ശങ്കരാചാര്യ പേരിലുള്ള ഒരു കോളേജിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ, അപ്പോൾ സ്വാമി പറഞ്ഞല്ല, ഞാനവിടെ വന്നിരിക്കും. അതാണ് ചിന്മയാനന്ദൻ. ഒന്ന് ഞാൻ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമിയുടെ കാര്യം പറഞ്ഞു, പിന്നെ ശങ്കരാചാര്യ സ്വാമിയുടെ കാര്യം പറഞ്ഞപ്പോൾ ശങ്കര സിദ്ധാന്തങ്ങളെ, ശങ്കര സാഹിത്യത്തെ മലയാളത്തിൽ ഇത്ര പോപ്പുലറാക്കിയ മറ്റൊരു സ്വാമി ഇല്ല. തീർച്ചയായിട്ടും ചിന്മയാനന്ദ സ്വാമിയെ പോലെ. കാരണം വെളിയനാട്, വെളിയത്തനാട്, അവിടെ ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ, അത് മേൽപ്പാടൂർ മനയിലാണ് ഉള്ളത്. പിന്നെ ഏറ്റവും വളരെ എന്നെ ഈ പുസ്തകരചനയിൽ എന്നെ സ്വാധീനിച്ചൊരു വളരെ ഒരു കാര്യം, അദ്ദേഹം കോളേജ് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഇത്തരം കാര്യങ്ങളോടൊക്കെ ഒരു താല്പര്യവും ഇല്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യൻ റെയിൽവേ വിദ്യാർത്ഥികൾക്കായിട്ടുള്ളൊരു പാസ് കൊടുത്തു, ദക്ഷിണേന്ത്യയിലെ പല ഭാഗങ്ങളിലും പോവാം. അപ്പം അങ്ങനെ അദ്ദേഹം ആ പാസ് വാങ്ങി യാത്ര ചെയ്തപ്പോൾ തമിഴ്നാട്ടിൽ കൂടെയുള്ള യാത്രയിൽ കാട്ട്പാടി എന്ന് വന്നപ്പോൾ ട്രെയിൻ അവിടെ നിർത്തിയപ്പോൾ ഇനി ഒരു ദിവസം കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഇവിടെ ഒരു സിദ്ധനായ സ്വാമിയുണ്ട്, അദ്ദേഹത്തെ പോയി കാണാൻ. അപ്പോൾ ഇദ്ദേഹം അത് കേട്ടപ്പോൾ കൗതുകത്തോടു കൂടി അവരുടെ കൂടെ പോയി അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ നിന്നും തിരുവണ്ണാമലയിലേക്ക് വണ്ടി കയറി അവിടെ ചെന്ന് അതൊരു നട്ടുച്ച സമയത്ത് എല്ലാവരുടെ കൂടെ സ്വാമി എവിടെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ റൂമിലുണ്ടെന്ന് ആരോ പറഞ്ഞു. അപ്പോൾ റൂമിലേക്ക് കയറി, അപ്പോൾ അദ്ദേഹം കാണുന്നത് എന്താ, എല്ലാവരും തറയിലിരിക്കുന്നു, ഏതോ ഒരു കോണിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ആ കോണിലേക്ക് ഇദ്ദേഹത്തിൻ്റെ കണ്ണും പോയിപ്പോൾ പെട്ടെന്ന് അവിടെ തലയണ മുകളിൽ കൈ വെച്ച് കിടക്കുന്ന ആളൊന്ന് കണ്ണുയർത്തിയെന്നാണ് നോക്കുന്നത്. ഒരു വല്ലാത്തൊരു പ്രകമ്പനം അദ്ദേഹത്തിൽ ഉണ്ടായി. അപ്പം ഇദ്ദേഹത്തിന് തോന്നി, ഇതേതാ ഈ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആൾ. ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. ഇനി ഈ മനുഷ്യൻ്റെ അവിടേക്ക് ഇല്ല. പിന്നീട് രമണാശ്രമം സന്ദർശിച്ച സന്ദർഭത്തിലാണ് ചിന്മയാനന്ദ സ്വാമി പറയുന്നത്, ഇതുപോലെ കേരളത്തിൽ നിന്ന് പോയ നാരായണ ഗുരുദേവനുണ്ടായ അനുഭവം എന്താ, മുനിചര്യ പഞ്ചകം, നിർവൃതി പഞ്ചകം. അപ്പൊ ചിന്മയാനന്ദ സ്വാമിയുടെ ജീവിതത്തിൽ ഒന്ന് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി, പിന്നെ രമണ മഹർഷി, പിന്നെയാണ് ശിവാനന്ദ സ്വാമിയും തപോവന സ്വാമിയും ഒക്കെ കാണുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ചിന്മയാനന്ദ സ്വാമിയുടെ ജീവിതമൊക്കെ വായിക്കുമ്പോൾ ഇവിടെ ഭാരതത്തിൽ കുടികൊള്ളുന്ന ഒരു ഇൻഹറൻറ്റ് സ്പിരിച്വാലിറ്റി, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പവർ. സ്വാമി ചിന്മയാനന്ദജിയുടെ ഒരു വാചകമാണ്. ഈ ഇവിടുത്തെ എന്താ ജന്മസിദ്ധമായ, ഓരോരുത്തരിലും കുടികൊള്ളുന്ന ജന്മസിദ്ധമായ ഈ ആത്മീയതയുടെ ആവിർഭാവം. അങ്ങെപ്പോഴും പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ശങ്കരൻ്റെ നാട്ടിൽ ശങ്കര ദർശനം എന്തുകൊണ്ടാണ് ശങ്കിക്കപ്പെടുന്നത്? സ്വാമി ചിന്മയാനന്ദജിയുടെ ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടും അതെന്തായിരിക്കാം അതിന് കാരണം? സ്വാമി ചിന്മയാനന്ദജി പറയുന്നുണ്ട്, ഉത്തരേന്ത്യയിൽ
ഒരു സന്യാസിയെ ആദ്യം വിശ്വസിക്കും, പിന്നെ സംശയിക്കും. കേരളത്തിൽ ഒരു സന്യാസിയെ ആദ്യം സംശയിക്കും, പിന്നെ പരീക്ഷിക്കും, പിന്നെയാണ് വിശ്വസിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം, കേരളം എത്ര സന്യാസിമാരെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലം, യതിവർജിത പ്രദേശം എന്ന് ശങ്കരാചാര്യരുടെ ശിഷ്യന്മാർ തന്നെ പറയുന്നതാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ആര്യസമാജത്തിൻ്റെ ഒരു സ്വാമി ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ, അത് 1921 മുമ്പേ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിൽ സന്യാസിക്ക് ഭിക്ഷ കിട്ടാത്തൊരു പ്രദേശമുണ്ടെങ്കിൽ അത് കേരളം മാത്രമാണ്. അവിടെയാണ് രാമകൃഷ്ണ മിഷനിലെ നിർമ്മലാനന്ദ സ്വാമി വന്ന് പ്രവർത്തിച്ചത്. അവിടെ നിന്നാണ് സ്വാമി ചിന്മയാനന്ദജി വന്നത്. സ്വാമി ചിന്മയാനന്ദജിയുടെ ആദ്യത്തെ പ്രഭാഷണം തൃശ്ശൂരിൽ നടന്നത് വടക്കുന്നാഥൻ ശ്രീമൂലസ്ഥാനത്താണ്. അപ്പോൾ ചിലർ വന്ന് പറഞ്ഞു, ഇതെന്താ വടക്കുന്നാഥൻ്റെ ശ്രീമൂലസ്ഥാനം മാത്രമേ കിട്ടിയുള്ളൂ, ആ ബാലന് ബാലകൃഷ്ണൻ, പഴയ ബാലകൃഷ്ണ മേനോൻ എന്താണെന്ന് അവർക്കറിയാം. അപ്പോൾ ആ ബാലന്, അപ്പോൾ അത് വലിയ പ്രശ്നമുണ്ടാക്കി, അതും മ്ലേച്ഛ ഭാഷയായ ഇംഗ്ലീഷിൽ. അപ്പോൾ സ്വാമി ചിന്മയാനന്ദജി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഈ പ്രശ്നമുണ്ടാക്കിയ അവിടെ അടുത്ത് പോയി. പിന്നെ എനിക്ക് ഇംഗ്ലീഷേ അറിയുള്ളൂ, ഇംഗ്ലീഷേ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, മലയാളം കുറേ നാളായിട്ട് നാട് വിട്ട് അതിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ എവിടെ നടത്തണം, ശ്രീമൂലസ്ഥാനം അല്ലെങ്കിൽ എവിടെ നടത്തണം, അവിടെ നിർത്തിക്കൂടെ, ഇവിടെ നിർത്തിക്കൂടെ, വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ അവിടെ തെക്കേ ഗോപുരം നടയിൽ നടത്തിക്കൂടെ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈശ്വരൻ എല്ലാ ദിക്കിലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് ശ്രീമൂലസ്ഥാനത്ത് തന്നെ നടത്തും. ആർക്ക് സാധിക്കും? അപ്പം ശ്രീശങ്കര ദർശനം എന്തുകൊണ്ട് ശങ്കിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് നമ്മൾ ആലോചിക്കേണ്ടത്, ചിന്മയാനന്ദ സ്വാമി ജ്ഞാനയജ്ഞങ്ങളാണ് നടത്തിയിട്ടുള്ളത്. എപ്പോഴെങ്കിലും അദ്ദേഹം ഭാഗവതത്തെ അധികരിച്ച് എന്തെങ്കിലും പ്രഭാഷണം നടത്തിയതായി കേട്ടിട്ടുണ്ടോ? ഇല്ല. സൗന്ദര്യ ലഹരിയോ അതോ നമ്മുടെ കനകധാര സ്തോത്രത്തെക്കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാനെന്നല്ല ഒരാളും കേട്ടിട്ടില്ല. ഇതാ കേരളം എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? അപ്പം ശങ്കരാചാര്യസ്വാമി ആദരിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ, അവർ യഥാർത്ഥത്തിൽ ശങ്കരാചാര്യസ്വാമികളെ ആദരിക്കുന്നുണ്ടോ? ഇപ്പം ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനിൽ ഇതേപോലെ സ്വാമി തുടർന്ന ജ്ഞാനയജ്ഞങ്ങളുടെ തുടർച്ചയായി അവിടെ ബ്രഹ്മസൂത്രമില്ലെങ്കിലും ഉപനിഷത്ത് ക്ലാസ്സുകളുണ്ട്, അല്ലെങ്കിൽ ഉപനിഷത്ത് സാര സർവസ്വമായ ഭഗവത്ഗീത നടത്തുന്നുണ്ട്. അപ്പം സ്വാമി ചിന്മയാനന്ദജിയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, സനാതനധർമ്മ സാഹിത്യം പ്രചരിപ്പിച്ചു. അവിടെയാണ് സ്വാമി വിവേകാനന്ദൻ്റെ ഒരു തുടർച്ച നമ്മൾ സ്വാമി ചിന്മയാനന്ദജിയിൽ കാണുന്നത്. അപ്പം അവിടെയും ഒരു ചോദ്യം വരുന്നുണ്ട്. സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, വേദാന്ത സന്ദേശം കുടിൽ മുതൽ കൊട്ടാരം വരെ പ്രചരിക്കണം. ഇത് കേരളത്തിൽ ആരിത് ചെയ്യുന്നുണ്ട്? അല്ല, അങ്ങനെ ഒരു ഇരിക്കുമ്പോഴും നമ്മളിപ്പോൾ സനാതനധർമ്മത്തിൻ്റെ ജ്ഞാന പാരമ്പര്യങ്ങളെയാണ് കേരളം അംഗീകരിക്കാത്തതെന്ന് തോന്നുന്നു. മറ്റു പല പ്രത്യയശാസ്ത്രങ്ങളും വിദേശ മതങ്ങൾക്കുമൊക്കെ യുവാക്കളുടെ ഇടയിലുമൊക്കെ ഉണ്ടാവുന്ന സ്വാധീനം ഹിന്ദു യുവാക്കളുടെ ഇടയിൽ നമ്മുടെ ദർശനങ്ങൾക്കുണ്ടാവുന്നില്ലല്ലോ. അതെന്തുകൊണ്ടായിരിക്കാം? ഒരു കാരണം, ശങ്കരാചാര്യസ്വാമിയെ പോലും അംഗീകരിക്കാതെയുള്ള കാരണം, അന്നത്തെ ഈ സമൂഹത്തിൻ്റെ ഏറ്റവും ഉയർച്ചയിലിരിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്, ഞങ്ങൾ മീമാംസകന്മാരാണ്, പ്രഭാകര ഭട്ടൻ്റെ പിന്തുടർച്ചാവകാശികളാണ്. മീമാംസകന്മാരെന്ന് വെച്ചാൽ ഭൗതികവാദികൾ. യജ്ഞം ചെയ്യണമെങ്കിൽ അതിൻ്റെ കർമ്മം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫലം കിട്ടണം, റിസൾട്ട് കിട്ടണം. നിസ്വാർത്ഥ സേവനം, നിസ്വാർത്ഥ കർമ്മമൊന്നും മലയാളികൾക്ക് അതായത് പുരോഹിത വർഗവും അവരുടെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള ആൾക്കാരാണ് കേരളത്തിലുണ്ടായത്. അവർക്ക് ഈ ജ്ഞാന സന്ദേശം, അതായത് നിത്യമുക്ത ശുദ്ധമായ ജ്ഞാനം, അതുകൊണ്ട് എന്താണ്, അതാണല്ലോ ഫോർ വാട്ട്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാമായണം വായിച്ചാൽ പട്ടിണി മാറും. അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ചോദ്യം. അതെ, സ്വാമി ചിന്മയാനന്ദജി ജനിച്ച് വളർന്ന കാലഘട്ടത്തിൽ ഇവിടെ സർവകലാശാലകളിലും മറ്റും
അതായത് ഉന്നത വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാരുടെ ഇടയിലാണ് ഈ ചോദ്യം വന്നത്. അതേ ഉന്നത വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാരുടെ ഇടയിലാണ് സ്വാമി ചിന്മയാനന്ദൻ ഇംഗ്ലീഷ്. ആ ഇംഗ്ലീഷിന്റെ ഇതെന്താ, ഗുപ്തൻ നായർ സാറ് പറയുന്നുണ്ട്, എന്താ, അക്ലിഷ്ട സുന്ദരമായ ആംഗലേയ ഭാഷ. മലയാള ഭാഷയുടെ മുടി ചൂടാമന്നനായിട്ടാണ് ഗുപ്തൻ നായർ സാറെ കാണുന്നത്. അദ്ദേഹം പറയുന്ന അതും അക്ലിഷ്ട സുന്ദരമായ ആംഗലേയ ഭാഷ അഭിനയ ചാതുരിയോടുകൂടി നടത്തുന്ന, അത് ഇപ്പൊ പുതിയ ഈ തലമുറ. അപ്പം നമ്മളിത് പഠിക്കേണ്ടതാണ്. ഇന്ന് സമകാലീന കാലഘട്ടത്തിൽ ഈ ജെൻസി എന്ന് പറയുന്ന ആൾക്കാർ, തീർച്ചയായും അവരാണല്ലോ ഒന്ന് വല്ലാതെ അക്കാലത്തെ എന്ന് വെച്ചാൽ സ്വാമി ചിന്മയാനന്ദ ജീവിച്ചിരുന്ന അക്കാലത്തെ ജെൻസികളെ അദ്ദേഹം എങ്ങനെ സ്വാധീനിച്ചു. ജെൻസികളെ മാത്രമല്ല, ഡോക്ടർ പ്രേമ പാണ്ഡുരംഗ പറയുന്നുണ്ട്, മെട്രോപൊളിറ്റൻ നഗരത്തിലെ വനിതകളുടെ വാനിറ്റി ബാഗിൽ ഭഗവത്ഗീത കൊണ്ടുവന്നത് സ്വാമി ചിന്മയാനന്ദനാണ്. ആ പ്രയോഗം നോക്കണം. പക്ഷെ പിൽക്കാലത്ത് എന്തുണ്ടായെന്ന് അറിയോ? അത് പറയാൻ പറ്റുമെന്ന് അറിയില്ല എന്നിരുന്നു പറയാം. പലരും ഗീത മാത്രമല്ല, ഗീതയെക്കുറിച്ച് പ്രഭാഷണം ചെയ്യുന്നവരും വാനിറ്റി ബാഗിൽ പോയാൽ എങ്ങനെയിരിക്കും? അത് നമുക്ക് വേണ്ടാന്ന് തോന്നുന്നു. അല്ല, പക്ഷെ ഇന്ന് വേറൊരു പ്രധാനമായിട്ട് തോന്നുന്നത് കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നമുണ്ട്. മാനസിക പ്രശ്നങ്ങളിൽ യുവാക്കളുടെ ഇടയിൽ ഒരുപാട് കൂടി വരുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ കുടുംബങ്ങളായിട്ട് പോയി ആത്മഹത്യ ചെയ്യുന്നു. ഈ എല്ലാ പ്രശ്നങ്ങൾക്ക് ചിന്മയാനന്ദജിയുടെ സന്ദേശങ്ങൾ വളരെയധികം പ്രായോഗികമായി ഉപയോഗിക്കാവുന്നവയാണല്ലോ. അത് ആ വേണ്ട രീതിയിൽ എത്തുന്നുണ്ടോ? മദുരാശിയിൽ വെച്ചിട്ട് ഒരു വലിയ കുടുംബത്തിൽ ചിന്മയാനന്ദ സ്വാമി പോയി. അപ്പോൾ അവിടുത്തെ ഒരു ചെറുപ്പക്കാരനോട് സംസാരിച്ചപ്പോൾ അയാൾ വളരെ ഉന്നത വിദ്യാഭ്യാസം കിട്ടിയ ഒരാൾ വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ ചിന്മയാനന്ദ സ്വാമി ചോദിച്ചു, ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വായിച്ചിട്ടില്ല, അതൊക്കെ എനിക്കറിയാം, എൻ്റെ കാരണവന്മാരൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടില്ല, അലമാരയിൽ ഭഗവത്ഗീതയുടെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇരിക്കുന്നുണ്ട്. സ്വാമി ചിന്മയാനന്ദൻ പറഞ്ഞു. അപ്പം ഇതൊക്കെ അലങ്കാരപൂർവ്വം ചില്ലലമാരകളിൽ വെക്കേണ്ട ഒരു ഗ്രന്ഥം. പക്ഷേ ഈ ചില്ലലമാരകളിൽ നിന്ന് ഇപ്പം ഭഗവത്ഗീതയെ മോക്ഷശാസ്ത്രമായിട്ടാണ് നമ്മളെല്ലാം കരുതുന്നത്. പക്ഷേ ചിന്മയാനന്ദ സ്വാമിയാണ് ഭഗവത്ഗീത ഫോർ എക്സിക്യൂട്ടീവ്സ്, ഭഗവത്ഗീത ഫോർ ദ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് യൂത്ത് എന്ന് പറഞ്ഞ് കാലോചിതമാക്കി. അപ്പോൾ സ്വാമി വിവേകാനന്ദന് ശേഷം സ്വാമി ചിന്മയാനന്ദജി വരുമ്പോൾ ഈ പുരാണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അത് ചിരപുരാതനവുമാണ്, നിത്യനൂതനവുമാക്കി. അത് നിസ്സാര കാര്യമല്ല. അപ്പം അങ്ങനത്തെ ഒരു തലമുറയെ ഭാരതം മുഴുവനും, പ്രത്യേകിച്ച് കേരളത്തിൽ എത്രയോ നക്സലൈറ്റുകൾ, എത്രയോ യുക്തിവാദികൾ, അങ്ങനെയുള്ള പല ആൾക്കാരും ഈ മേഖലയിലേക്ക് വന്നു. വേറൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ, സ്വാമി ചിന്മയാനന്ദജിയുടെ കോൺട്രിബ്യൂഷൻ കേരളത്തിൽ 1982 വിശാല ഹിന്ദു സമ്മേളനം നടന്നത്. ആ വിശാല ഹിന്ദു സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കർക്കടകം രാമായണ മാസം ആക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനത്തിൻ്റെ പിന്നിൽ വാസ്തവത്തിൽ ചിന്മയാനന്ദ സ്വാമിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് എന്താ, ഉത്തര കേരളത്തിൽ ചിങ്ങമാസം കൃഷ്ണപ്പാട്ടിൻ്റെ മാസമായിട്ട് എടുക്കും. അതായത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. എന്തുകൊണ്ട് കർക്കടകത്തെ നമുക്ക് രാമായണ മാസമായിക്കൂടാ? അപ്പം രാമായണം നൽകുന്ന സന്ദേശം അത് ധർമ്മത്തിൻ്റെ സന്ദേശമാണ്. ധർമ്മത്തിൻ്റെ സന്ദേശം മാത്രമല്ല, അതിൽ സീതാദേവി ശ്രീരാമചന്ദ്രനോട് പറയുന്നുണ്ട്, ശ്രീരാമചന്ദ്രൻ വനവാസത്തിൽ പോകുമ്പോൾ, ഇതൊക്കെ സ്വാമി ചിന്മയാനന്ദജി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വനവാസത്തിന് പോകുമ്പോൾ ഞാനും കൂടെ വരുന്നുണ്ട്, കാരണം മരണം അനിവാര്യമാണ്. ആ മരണത്തിലേക്കുള്ള പ്രയാണത്തിൽ മറ്റൊരു വഴിയുമില്ല, പ്രണയം മാത്രമാണ് വഴി. സ്വാമി ചിന്മയാനന്ദജിയുടെ ഒരു വ്യാഖ്യാനാണ്. മരണത്തിലേക്കുള്ള വഴിയിൽ മറ്റൊരു പോംവഴിയുമില്ല, പ്രണയം മാത്രമാണ്. അങ്ങനൊരു സങ്കല്പം ഈ പ്രണയിക്കുന്നവർക്ക്. എന്നിട്ട് സ്വാമി ചിന്മയാനന്ദൻ ഒരു യുവാക്കൾക്കുള്ള ഒരു ക്യാമ്പിൽ വെച്ച് പറയുന്നുണ്ട്, പ്രേമിച്ച പെണ്ണിനെ വിവാഹം കഴിക്കുന്നതും ധീരതയാണ്.
ഇങ്ങനെ ഈ ദുർബലമായിട്ട് പോകുന്നേക്കാൾ ഭേദം എത്രയോ ഭേദം. പിന്നെ ഇതിനെല്ലാം സാധിച്ചിട്ടും അതിനെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം. ഇതിനെല്ലാം തീർച്ചയായും. അവിടെയാണ് സ്വാമി ചിന്മയാനന്ദജിയുടെ, സ്വാമി വിവേകാനന്ദൻ്റെ ഒക്കെ സന്യാസം. അതൊക്കെ നമ്മളെ ഇത്ര ആകർഷിക്കുന്ന ഒരു ഘടകം എന്താണ്? എല്ലാം നേടാനുള്ള ഒരു രാജസപ്രഭാവന്മാരായ സന്യാസി ശ്രേഷ്ഠന്മാർ. മറ്റേത് സാധു എന്ന് പറഞ്ഞാൽ അയ്യോ പാവം എന്നല്ലേ. ഇത് സ്വാമി വിവേകാനന്ദൻ, സ്വാമി ചിന്മയാനന്ദൻ എന്നൊക്കെ പറയുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കുട്ടിക്കൃഷ്ണമാരുടെയൊക്കെ പോലെ പറയുന്ന രാജസപ്രഭാവന്മാരായ സന്യാസിമാർ, അവരോടാണ് ഈ യുവജനതയ്ക്കുള്ളൊരു പ്രത്യേകത. ഇപ്പം ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു നോവലുണ്ട്. ആ നോവലിലൊരു കഥാപാത്രം, നോവലല്ല കഥയിലൊക്കെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, യൗവനം തീവ്രതരമായിരിക്കുമ്പോൾ, ഹൃദയം പ്രണയസുരഭിലമായിരിക്കുമ്പോൾ എൻ്റെ സാറാമ്മ അവിടെ എന്താണ് ചെയ്യുന്നത് ചോദിക്കുന്നത് കേശവൻ നായരാണ്. നമ്മളൊക്കെ ഈ പ്രായത്തിൽ കൂടെ കടന്നു പോയ ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് യൗവനം തീവ്രതരമായിരിക്കുമ്പോൾ ഹൃദയം പ്രണയസുരഭിലമാക്കാൻ സാധിച്ച സമയത്ത് ഈ വിവേകാനന്ദ സാഹിത്യ സർവസ്വോ അല്ലെങ്കിൽ ചിന്മയാനന്ദ സ്വാമിയുടെ പ്രഭാഷണം ഏതെങ്കിലും മൈതാനത്തിൽ കേട്ടു. അതിൻ്റെ ഒരു ശക്തി, ആ ശക്തിയുടെ സവിശേഷതയാണ് ഇപ്പോഴും കേരളത്തിലൊക്കെ ഹിന്ദു ജനതയുടെ അവശേഷിക്കുന്ന ഉണർവിനെങ്കിലും കാരണം. തീർച്ചയായും. ഞാൻ കുറേ നാളായി അങ്ങയോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ മറ്റ് പലരും അത്രയ്ക്ക് അങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല, ഞാൻ വായിച്ചിട്ടുമില്ല. വളരെ പ്രശസ്തനായിരുന്ന ഒരു ആത്മീയ ആചാര്യനായിരുന്നല്ലോ ഡോക്ടർ പി രാമൻ. അദ്ദേഹം ചിന്മയാനന്ദജിയുമായിട്ട് വളരെ അടുത്ത് പഴകിയതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വെളിച്ചം വീശാമോ? ഡോക്ടർ പി രാമൻ പാൻറ്റും ഷർട്ടുമിട്ട് നടന്നിരുന്ന ഒരു അവധൂതനാണ്. അദ്ദേഹം സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം എത്രയോ മനസ്സുകളെ ശുശ്രൂഷിക്കുകയാണ് ചെയ്തത്. സ്വാമി ചിന്മയാനന്ദജി സന്യാസം സ്വീകരിച്ച് കേരളത്തിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് ആദ്യ സ്വീകരണം ഒരുക്കിയത് വിജ്ഞാനരമണീയ ആശ്രമത്തിലാണ്. ആ വിജ്ഞാനരമണീയ ആശ്രമത്തിൽ വെച്ച് ആദ്യമായിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് പല ആൾക്കാരും ചെന്നു. അതിൽ ഒരാളായിരുന്നു ഡോക്ടർ പി രാമൻ. അദ്ദേഹം പോയത് വിദ്യാവാചസ്പതി വി പനോളിയുടെ കൂടെയാണ്. അന്ന് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു ബന്ധം ചിന്മയാനന്ദ സ്വാമിജിയായിട്ട് ഡോക്ടർ പി രാമന് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ അങ്ങനെ എത്രയോ പേര് സ്വാമി ചിന്മയാനന്ദജിയുടെ പ്രഭാഷണം കേട്ട് അദ്ദേഹത്തിൻ്റെ സമ്പർക്കം മൂലം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കേരളത്തിൽ പല മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ സ്വാമി ചിന്മയാനന്ദജി തൻ്റെ സംശയങ്ങൾക്ക്, അതായത് ശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളിൽ സംശയമുണ്ടെങ്കിൽ ആദ്യം ചോദിക്കാൻ പോവുക പി ശേഷാദ്രി അയ്യരോടാണ്. കേട്ടിട്ടുണ്ടോ പി ശേഷാദ്രി? പേര് കേട്ടിട്ടുണ്ട്, കൂടുതൽ അറിയില്ല. 30 ഭാഷകൾ അറിയുമായിരുന്ന ആളാണ്. ഹരിപ്പാട്ട് ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആള്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മാനസപുത്രനായ ബ്രഹ്മാനന്ദ സ്വാമികൾ ആദ്യം ഹരിപ്പാട് വന്നപ്പോൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മന്ത്രദീക്ഷ എടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആളാണ്. അപ്പം അദ്ദേഹത്തെ തന്നെ പറ്റി ഒരുപാട് 30 ഭാഷകൾ, അതായത് റോമ റോളാൻഡ് രാമകൃഷ്ണ പരമഹംസരെ കുറിച്ചിട്ട് ഇംഗ്ലീഷിലെ ഒരു പുസ്തകം എഴുതി. അപ്പം അത് ബേലൂർ മഠത്തിലേക്ക് അയച്ചു കൊടുത്തു. ഫ്രഞ്ചിലാണ് എഴുതിയത്. ഒന്ന് എന്തെങ്കിലും തിരുത്തലുകളുണ്ട്. ഉടനെ പറഞ്ഞു ഇവിടെ ഫ്രഞ്ച് അറിയുന്ന ആൾക്കാർ അധികമില്ല, ഇതിലൊരു പണ്ഡിതനുണ്ടെങ്കിൽ കേരളത്തിൽ ഹരിപ്പാട് ശേഷാദ്രി അയ്യരാണ്. ഇതാണ് ശേഷാദ്രി അയ്യർ. സ്വാമി ചിന്മയാനന്ദജി ശേഷാദ്രി അയ്യരോടാണ് ശാസ്ത്രത്തിലുള്ള ചോദ്യം എന്തായിട്ടുണ്ടെങ്കിൽ ആ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അവസാനം
ശേഷാദ്രി അയ്യർ അവസാനം മകൻ ബോംബെയിലെ ബാർക്കിലായിരുന്നു. അപ്പം മകൻ്റെ കൂടെ അവസാന കാലം കഴിഞ്ഞത്. ഇപ്പം കേട്ടത് ഹരിപ്പാട് ശേഷാദ്രി അയ്യർ താമസിച്ച സ്ഥലം ഒരു ക്രൈസ്തവ പള്ളിയായി എന്നാണ്. അതവിടെ ഇരിക്കട്ടെ. അതെ, അത് കഴിഞ്ഞു. ഇനി ശേഷാദ്രി അയ്യർക്ക് തീർക്കാത്ത വല്ല സംശയമുണ്ടെങ്കിൽ ചിന്മയാനന്ദസ്വാമി നേരെ കോയമ്പത്തൂർക്ക് വരും. കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുടെ അവിടെ കാറിൽ കൊല്ലങ്കോട്ട് വരും. കൊല്ലങ്കോട്ട് ഗോപാലൻ നായരെ കാണും. ഇങ്ങനെയുള്ള മഹാരഥന്മാരുണ്ടായിട്ടുള്ളൊരു നാടാണ് അത്. അവരുടെ പ്രവർത്തനം കൊല്ലങ്കോട്ട് ഗോപാലൻ നായരാണല്ലോ ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനം ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധി. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്താനും അവരുമായിട്ട് സമ്പർക്കം പുലർത്താനും ഈ ചിന്മയാനന്ദസ്വാമിക്ക് സാധിച്ചിരുന്നു. മറ്റൊരു ഇൻസിഡൻറ്റ്, തൃശ്ശൂരിൽ ഗീതാജ്ഞാനയജ്ഞം നടത്തി സമയത്ത് ഒരാൾ പറഞ്ഞു, നമുക്ക് ഇത്തവണ അവഭൃത സ്നാനം കഴിഞ്ഞ ഉടനെ ഒരു മഹാത്മാവിനെ കാണണം എന്നാണല്ലോ. അപ്പോൾ ഇത്തവണ പറപ്പൂർ ഒരു അമ്മേൻ്റെ പോയി കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ചിന്മയാനന്ദസ്വാമി ഇങ്ങനെ അവഭൃത സ്നാനം തൃപ്രയാർ കടപ്പുറത്ത് വലപ്പാട് അവിടെ നടത്തി പറപ്പൂർ അമ്മയെ കാണാൻ വന്നപ്പോൾ അവിടെ ചെന്ന് സ്വാമി ചിന്മയാനന്ദജി വരുന്നു. വലിയ പറപ്പൂർ ആശ്രമത്തിൽ ഒരുക്കം. ചിന്മയാനന്ദസ്വാമി അമ്മയെ കണ്ടപ്പോഴേക്കും സാഷ്ടാംഗം നമസ്കരിച്ചു. അപ്പോൾ പറപ്പൂർ അമ്മയെ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ചിന്മയാനന്ദസ്വാമി ചോദിച്ചു, അല്ല ഞാൻ അങ്ങോട്ടല്ലേ നമസ്കരിക്കേണ്ടത്? അല്ല, പണ്ടൊരിക്കൽ ഇതേപോലെ വലപ്പാട് കടപ്പുറത്ത് അവഭൃത സ്നാനം കഴിഞ്ഞപ്പോൾ അന്ന് അമ്മ അവിടെ വന്നിരുന്നു എന്നെ നമസ്കരിക്കാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അന്ന് ആ സമയത്ത് എന്നെ നമസ്കരിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു. അപ്പോൾ സ്വാമി ചിന്മയാനന്ദജിയെ കുറിച്ചിട്ട് ഒരു കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിമാനയാത്രയിൽ രണ്ട് സന്യാസിമാരെ കണ്ടു. ഒരാൾ വന്നു വളരെ സാധാരണ സിമ്പിളായിട്ട് വന്നു, കയറിയിരുന്നു, പോയി. മറ്റൊരാൾ ഒരു മേജർ ജനറലിനെ പോലെ വന്നു, അകമ്പടിയോടുകൂടി പരിവാരത്തോടുകൂടി ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തെ സ്വീകരിക്കാൻ കണ്ടു. അപ്പം രണ്ടുപേരും, ഒരാൾ ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് പോയി, മറ്റൊരാൾ പരിവാരങ്ങളെ കൂടെ വന്നു, പരിവാരങ്ങൾ പോയി. ഇതിലേതാണ് സന്യാസം എന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട, കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്, സി അച്യുതമേനോനാണ് പറഞ്ഞത്, എഴുതിയത്. ഏതാണ് സന്യാസം എന്നുള്ളത്? പക്ഷെ ഇങ്ങനെയുള്ള രണ്ട് സന്യാസിമാരെ മനസ്സിലായില്ലോ. മനസ്സിലായി, രംഗനാഥാനന്ദ. അല്ല, അപ്പൊ എനിക്കൊരു ഇത്, വാസ്തവത്തിൽ സന്യാസത്തിന്റെ പല ഭാവങ്ങളും തലങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അത് ഈ മുഖ്യമന്ത്രിക്ക് അറിയാത്തതായിരിക്കണം. അതാണ്, മുഖ്യമന്ത്രിക്കല്ല, മലയാളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ, മലയാളികൾക്ക് അറിയൂ. അത് പിന്നീട് മറീന ബീച്ചിൽ വെച്ചിട്ട്, മദ്രാസ് മറീന ബീച്ചിൽ ഒരു പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ജ്ഞാനയജ്ഞം നടന്നുമ്പോൾ അതിൻ്റെ അവസാനം ചോദ്യോത്തരങ്ങളുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഒരു കത്ത് കൊടുത്തു. അപ്പോൾ ആ കത്തിൽ ചോദിച്ചു, നിങ്ങളിങ്ങനെ ഗീതാജ്ഞാനയജ്ഞം ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ ഗോൾഡൻ സിൽക്ക് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്, മൂക്കുപൊടി വലിക്കണം, അതും സ്വർണ്ണ ഡെപ്പിയാണെന്ന് പറയണു, പുതിയ ലേറ്റസ്റ്റ് കാറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കത്ത് വായിച്ചിട്ട് സ്വാമി ചിന്മയാനന്ദജി പറഞ്ഞു എന്നാണ്, ഇതൊരു മലയാളി എഴുതിയതാണെന്ന് തോന്നുന്നു. പിന്നെ പറഞ്ഞത്, ആഫ്റ്റർ ഹാവിങ് ഹേർഡ് മൈ സ്പീച്ച് കോൺസിക്യൂട്ടീവ് 7 days he has questioned not about Bhagavad Gita but about the person who spoke on Bhagavad Gita എന്ന് പറഞ്ഞു. ആൾക്കാർ കൈയടിച്ച്. അപ്പം അതൊരു സ്വാമി ചിന്മയാനന്ദൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം അദ്ദേഹത്തിൻ്റെ സമാധി കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിയുമ്പോഴും ഞാനൊക്കെ ഒരു വളരെ 2-3 തവണയെ കണ്ടിട്ടുള്ളൂ. ഈ മഹാസമാധി വേള, അദ്ദേഹത്തിൻ്റെ മഹാസമാധിയുടെ വാർഷിക വേളയിൽ യുവജനങ്ങൾക്കും പ്രത്യേകിച്ചും കേരളത്തിലെ യുവജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഏത് സന്ദേശമാണ് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഈ യുവജനങ്ങൾക്ക് മാതൃകയാക്കാവുന്നത്? ഞാൻ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയിപ്പോൾ എനിക്ക് മനസ്സിലായത്,
കേരളത്തിലെ ജനത, വിശിഷ്യ കേരളത്തിലെ യുവജനത നേരിടുന്ന പ്രശ്നങ്ങൾ ഭാരതത്തിൻ്റെ ഇതര ഭാഗത്തിൻ്റെ ആൾക്കാർ നേരിടുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഏത് ആംഗിളിൽ സനാതനധർമ്മത്തിൻ്റെ സമുദ്ധാരണം എന്ന ആ പോയിന്റിലാണ് പറയുന്നത്. കേരളത്തിലെ ജനത വളരെയധികം ആശയ കാലുഷ്യം നേടുന്നുണ്ട്. അവിടെയാണ് സ്വാമി വിവേകാനന്ദൻ, സ്വാമി ചിന്മയാനന്ദജി തുടങ്ങിയ ആൾക്കാരുടെ പ്രത്യേക പ്രസക്തി. കാരണം അവർ പറയുന്നത് എന്താ, ഈ മഹാഗുരുക്കന്മാർ നമ്മളോട് പറഞ്ഞേക്കുന്ന എന്താ, സനാതന ധർമ്മശാസ്ത്രം പഠിക്കുക, ആ പഠിച്ചിട്ട് പ്രചരിപ്പിക്കുക. ആ പ്രചരണവും പ്രചാരണവും ഉണ്ട്. പ്രചരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇറസിസ്റ്റബിൾ പവർ. അതായത് നമ്മുടെ ശാസ്ത്രങ്ങൾ ഭഗവത്ഗീതയിലൊക്കെ എത്ര പേരെ ആത്മഹത്യയിൽ നിന്നും അത് രക്ഷിച്ചിട്ടുണ്ട്, സ്വാമി ചിന്മയാനന്ദജിയിൽ കൂടെ. അപ്പോൾ ഈ ഉപനിഷത്ത് സന്ദേശം, അതിൻ്റെ സാരവത്തായ ഗീതാ സന്ദേശം പഠിക്കാനും പ്രചരിപ്പിക്കാനും കേരളത്തിലെ യുവജനത മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും. വളരെ നന്ദി ശ്രീ രാജീവ് ജി. നമസ്തേ.